വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം നിരോധിച്ചു. മദ്രസകൾ കാലിയായി. ഹോട്ടലുകളിലും ഗസ്റ്റ് ഹൌസുകളിലും സൈന്യം. ഇന്ത്യയെ ഭയന്ന് പാക് അധീന കാശ്മീരിൽ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ സൈനിക നടപടിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ പാക് അധീന കാശ്മീരിൽ പരിഭ്രാന്തി നിലനിൽക്കുന്നു. സ്ഥിതി കൂടുതൽ വഷളായാൽ മേഖലയിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുമെന്ന് പാക് അധീന കശ്മീരിലെ മന്ത്രി ചൌധരി അൻവറുൽ ഹക്ക് വ്യാഴാഴ്ച സൂചന നൽകി. സാഹചര്യം കണക്കിലെടുത്ത് നീലം താഴ്വരയിലും നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള സെൻസിറ്റീവ് പ്രദേശങ്ങളിലും വിനോദസഞ്ചാരികളുടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. അതേസമയം മദ്രസകൾ 10 ദിവസത്തേക്ക് അടച്ചിടാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും ആക്രമണമുണ്ടായാൽ ഭക്ഷണം, മരുന്ന്, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുടെ വിതരണം ഉറപ്പാക്കാൻ പൂർണ്ണ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് പാക് സർക്കാർ അവകാശപ്പെട്ടു. അടിയന്തര ഫണ്ടിലേക്ക് 1 ബില്യൺ രൂപ മാറ്റിവെച്ചതായാണ് വിവരം. കൂടാതെ ഹോട്ടലുകൾ, ഗസ്റ്റ് ഹൌസുകൾ, വിവാഹ ഹാളുകൾ എന്നിവയുടെ ഉടമകൾ സൈന്യത്തിന് സ്വത്തുകൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. വ്യാഴാഴ്ച നീലം താഴ്വരയിലേക്കും നിയന്ത്രണ രേഖയ്ക്കും സമീപമുള്ള മറ്റ് സെൻസിറ്റീവ് മേഖലകളിലേക്കും വിനോദസഞ്ചാരികൾ പ്രവേശിക്കുന്നത് അധികൃതർ നിരോധിച്ചു. മാർബിൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് നിരവധി വിനോദസഞ്ചാരികളെ തിരിച്ചയച്ചു. ലിപ താഴ്വരയിലെ താമസക്കാർ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പോകുന്നത് വിലക്കുകയും സുരക്ഷാ ഏജൻസികളുമായി സഹകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളായ മദ്രസകളെ ഇന്ത്യ ലക്ഷ്യം വെച്ചേക്കാമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മദ്രസകൾ 10 ദിവസത്തേക്ക് അടച്ചിടാൻ സർക്കാർ തീരുമാനിച്ചത്. തന്ത്രശാലിയും ക്രൂരനും ഗൂഢാലോചനക്കാരനുമായ ഒരു ശത്രുവിനെയാണ് നമ്മൾ നേരിടുന്നത്. അദ്ദേഹത്തിന്റെ ദുഷ്ടപ്രവൃത്തികൾ തള്ളിക്കളയാനാവില്ല എന്ന് നിയമമന്ത്രി മിയാൻ അബ്ദുൾ വാഹിദ് പറഞ്ഞു. മാത്രമല്ല, മെയ് മാസം മുഴുവൻ കറാച്ചി, ലാഹോർ വ്യോമാതിർത്തികളിലെ വിമാന സർവീസുകൾ എല്ലാ ദിവസവും 8 മണിക്കൂർ നിർത്തിവച്ചിരിക്കുന്നു. ഇതോടൊപ്പം ഗിൽജിത്ത്, ബാൾട്ടിസ്ഥാനിലെ വിമാന സർവീസുകളെയും ഇത് ബാധിക്കും. എന്നിരുന്നാലും ഗാൽജിത്ത്, ബാൾട്ടിസ്ഥാനിലെ വ്യോമാതിർത്തി ഇതിനകം അടച്ചിട്ടിരിക്കുകയാണ്. അതിനാൽ ഇസ്ലാമാബാദിൽ നിന്ന് ഗിൽജിത്ത്, സ്കാർഡുവിലേക്കുള്ള വിമാനങ്ങൾ തുടർച്ചയായ 2ാം ദിവസവും റദ്ദാക്കി. കൂടാതെ മോശം കാലാവസ്ഥ കാരണം ഇസ്ലാമാബാദിലെ 5 അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ വൈകുകയോ മറ്റ് നഗരങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയോ ചെയ്തു. ഏത് സാഹചര്യത്തെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പാക് അധീന കശ്മീരിലെ മന്ത്രി അൻവറുൽ ഹക്ക് നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ സൈന്യം വെടിവെക്കുന്നുണ്ടെന്നും ഇത് നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അടിയന്തര യോഗത്തിൽ ഹോട്ടൽ അസോസിയേഷനുകൾ സൈന്യത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ആവശ്യമെങ്കിൽ അവരുടെ സ്ഥാപനങ്ങൾ കൈമാറുമെന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല, പാകിസ്ഥാൻ പെട്ടെന്ന് അതിർത്തി അടച്ചതിനാൽ പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതേസമയം ഇന്ത്യയിലെ പാകിസ്ഥാനികൾക്കും പോകാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ സ്വന്തം ജനങ്ങളെ കഷ്ടപ്പെടാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. പാകിസ്ഥാനി പുരുഷന്മാരെ വിവാഹം കഴിപ്പിച്ച 2 ഇന്ത്യൻ സഹോദരിമാർ അതിർത്തി കടക്കാൻ ശ്രമിച്ചപ്പോൾ സൈന്യം തടഞ്ഞു. എന്നിരുന്നാലും പാകിസ്ഥാൻ വാഗ അതിർത്തി അടച്ചതിനാൽ അവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അതിർത്തി കടക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എനിക്ക് എന്റെ കുട്ടികളുടെ അടുത്തേക്ക് പോകണം. എന്റെ കുട്ടികൾ അവിടെയുണ്ട്. കുട്ടികളെ മാതാപിതാക്കളിൽ നിന്ന് വേർപെടുത്തണമെന്ന് ഏത് നിയമമാണ് പറയുന്നത്? എന്റെ കുട്ടികൾ അവിടെ കരയുകയാണ്. എനിക്ക് അങ്ങോട്ടേക്ക് പോകണം, സഹോദരിമാർ കണ്ണീരോടെ പറഞ്ഞു. അതുപോലെ പാകിസ്ഥാനിൽ നിന്നുള്ള നിരവധി ആളുകൾ രാവിലെ മുതൽ അതിർത്തി കടക്കാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ സ്വന്തം പൗരന്മാരെ പോലും രാജ്യത്തേക്ക് കടത്തിവിടുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു. ഞാൻ എന്റെ സഹോദരിമാരോടൊപ്പം രാവിലെ 6 മണിക്ക് ഇവിടെ എത്തി. രാവിലെ 10 മണിക്ക് അതിർത്തി തുറന്നു. പക്ഷേ ആരെയും കടന്നു ചെല്ലാൻ അനുവദിച്ചില്ല. ഞങ്ങൾ ഇതിനെക്കുറിച്ച് അധികാരികളോട് ചോദിച്ചപ്പോൾ അവർ ഞങ്ങളെ ഇവിടെ നിന്ന് അയക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ഞങ്ങളെ അനുവദിച്ചിരുന്നില്ല. ഇനിയും എത്ര നേരം കാത്തിരിക്കണമെന്ന് എനിക്കറിയില്ല. അവർ മാത്രമല്ല ഉള്ളത്. അതിർത്തിയിൽ ഇതുപോലെ നിരവധി പാകിസ്ഥാനികൾ കഷ്ടപ്പെടുന്നുണ്ട്. അതിർത്തിയിൽ പൗരന്മാർ ദുരിതമനുഭവിക്കുന്നുണ്ടെന്ന് അറിയാമെങ്കിലും പാകിസ്ഥാൻ അതിർത്തി തുറക്കാൻ വിസമ്മതിക്കുകയാണ്. തൽഫലമായി പാകിസ്ഥാൻ പൗരന്മാർ എന്തു ചെയ്യണമെന്നറിയാതെ അതിർത്തിയിൽ ബുദ്ധിമുട്ടുകയാണ്.